പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലെ മറ്റൊരു ക്ലാസ്സിലേക്കാണ് കിടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം ചെയ്തു എന്ന് നമുക്കറിയാം. കണ്ടിന്യൂറ്റി കംപ്ലീറ്റ് ചെയ്തു. കണ്ടിന്യൂറ്റിയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കണ്ടു. അതിൻ്റെ ശേഷം തുടർച്ചയായിട്ട് നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി, ഒരു ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി എന്നതിനെക്കുറിച്ചുള്ളൊരു സ്റ്റാർട്ടിങ്, അതായത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഡിഫറൻഷിയേഷൻ, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും കൂടി ഒന്ന് കമ്പയർ ചെയ്താലോ. അതായത് ഒരു ഫംഗ്ഷൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആണല്ലോ കണ്ടിന്യൂറ്റി അതുപോലെ ഡിഫറൻഷ്യബിലിറ്റി. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവാനുള്ള ഒരു കണ്ടീഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അത് കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷനും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കണ്ടിന്യൂസ് ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അപ്പോൾ അത് ഡിഫറൻഷ്യബിൾ ആണോ? തിരിച്ച് ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ? അങ്ങനെ വരുമ്പോൾ അത് കണ്ടിന്യൂസ് ആണോ? തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. ഓക്കെ, ജിയോജിബ്ര ഒരു എക്സാമ്പിളിലൂടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നത് പരാബോളയാണ്, നമ്മൾ ഈ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷന്റെ മേലെ ഒരു സീക്കൻഡ് ലൈൻ ഉണ്ട്. ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ സീക്കൻഡ് ലൈൻ ഒന്ന് മൂവ് ചെയ്യണം. അപ്പോൾ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റ് ഞാൻ തൽക്കാലം ഫിക്സ് ചെയ്യുന്നു. എ എന്ന് തൽക്കാലം 1-ലായിരിക്കും. എ ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് 1 എന്നുള്ള പോയിന്റിലാണ് നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റിൽ നിന്ന് വരുന്ന ലിമിറ്റ്, ഇപ്പോൾ ഡി എന്ന പോയിന്റ് എയിലേക്ക് അപ്രോച്ച് ചെയ്യണം. ഡി എന്ന പോയിന്റ് എയിലേക്ക് അപ്രോച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ സീക്വന്റ് ലൈൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് വന്ന് അത് നമ്മൾ ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ ആ സീക്വന്റ് ലൈൻ എന്തായി മാറുന്നു? ടാൻജന്റായി മാറുന്നു. അപ്പൊ റൈറ്റ് ലിമിറ്റ് ഈ ടാൻജന്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് എടുത്തു കഴിഞ്ഞാലോ, അതായത് ഡി ഇപ്പോൾ എയുടെ ലെഫ്റ്റിലാണ് നിൽക്കുന്നത്. ഡി എയിലേക്ക് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇത് സീക്വന്റ് ലൈനാണ്. സീക്വന്റ് ലൈനാണ് ഇപ്പോൾ സീക്വന്റ് ലൈനാണ്. ആ സീക്വന്റ് ലൈൻ ഇവിടേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ വീണ്ടും അത് ടാൻജന്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ ടാൻജന്റിന്റെ സ്ലോപ്പാണ് ഈ പോയിന്റിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ df/dx എന്ന് പറയുന്നത് ഇതിന്റെ സ്ലോപ്പാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇനി നമ്മൾ ആ പോയിന്റ് മാറ്റിക്കഴിഞ്ഞാൽ, അത് എ എന്ന പോയിന്റ് നമ്മൾ മാറ്റുന്നു എന്ന് വിചാരിക്കുക, വേറൊരു സ്ഥലത്തേക്ക് മാറ്റുമെന്ന് വിചാരിക്കുക. വീണ്ടും ഇതേപോലെ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സീക്വന്റ് ലൈൻ ടാൻജന്റ് ആവുന്നു. ആ സീക്വന്റ് ലൈൻ റൈറ്റിൽ നിന്ന് വരുമ്പോഴും ടാൻജന്റ് ആവുന്നു. അപ്പോൾ അവിടെയും ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നമുക്ക് ജോമെട്രിക്കലായിട്ട് പറയാം. ഇനി നമ്മൾ ഇത് ഏത് ഭാഗത്തേക്ക് മാറ്റിക്കഴിഞ്ഞാലും, അതായത് എ എന്ന പോയിന്റ് നമ്മൾ ഫംഗ്ഷന്റെ ഏത് ഭാഗത്തേക്ക് മാറ്റിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ഈ സീക്വന്റ് ലൈൻ, ഇപ്പൊ സീക്വന്റ് ലൈൻ വ്യക്തമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഡി അപ്രോച്ച് ചെയ്യുന്നതോടുകൂടി അത് അവിടെ ടാൻജന്റ് ആയി. ഇനി അത് ലെഫ്റ്റിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നെങ്കിലും അത് ടാൻജന്റ് ആയിട്ട് മാറി. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലൊക്കെ ഡിഫറൻഷ്യബിൾ ആണ്. ഇനി നമ്മൾ ഒറിജിനിലേക്ക് എടുത്തു കഴിഞ്ഞാലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഇത് ഒറിജിനിൽ ഇത് ടാൻജന്റ് ആണ്. അവിടെ സീക്വന്റ് ലൈനിന്റെ പ്രശ്നമില്ല, കാരണം ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുള്ളൂ. സോ ഇറ്റ് വിൽ ബിക്കം ദി ടാൻജന്റ്. അപ്പോൾ നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ ഇപ്പം 0-ലാണ് വെക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിലും ഇത് അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ ടാൻജന്റ് ആയിട്ട് മാറുന്നതാണ്. നമുക്ക് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ടാൻജന്റ് ആവും. സോ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ഇത് ഓൾറെഡി നമ്മൾ കണ്ടിന്യൂസ് ആണ്, നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമാണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എവിടെയും ബ്രേക്ക് ഇല്ല. സോ ഇറ്റ് ഇസ് കണ്ടിന്യൂസ്. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ നമ്മളൊന്ന് പരിഗണിക്കാം. ദാറ്റ് ഈസ് ഇവിടെ നോക്കി, ഈ ഫംഗ്ഷൻ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് ഇതേപോലെ നമ്മളൊന്ന് പരിഗണിക്കാം. ഇവിടെ ഈ ഫംഗ്ഷനിൽ ടാൻജന്റ് ഉണ്ട്. ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ടാൻജന്റ് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഫംഗ്ഷൻ ടാൻജന്റ് നിലനിൽക്കുന്നുണ്ട്. അതിന് സ്ലോപ്പ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് 1 എന്ന പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ ആ ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്ത് തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് എക്സ് ഈസ് ലെസ് ദാൻ 1.
എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറയുന്ന ഈ നീല ഭാഗം, അതായത് പാരാബോളിക് ഷേപ്പിലുള്ള ഭാഗം. എന്നാൽ അതിനുശേഷം ഒന്നിന് ശേഷം ഇറ്റ് ഈസ് 4 മൈനസ് എക്സ്. അപ്പോൾ 4 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ടാൻജന്റ് മാറുന്നു നോക്കൂ. ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ടാൻജന്റ് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം, അതിന്റെ സ്ലോപ്പ് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ടാൻജന്റ് യുണീക്കായിട്ട് നിലനിൽക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും തുല്യമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അറ്റ് ദിസ് പോയിന്റ് വെൻ എക്സ് ഈസ് ഇക്വൽ ടു 1 ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് കാണാൻ പറ്റും. അത് നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് വെച്ചിട്ട് നമുക്ക് പിന്നീട് നമുക്ക് ഓൾജിബ്രിക് ആയിട്ട് തന്നെ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഈവൻ ദോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്, ഇത് കണ്ടിന്യൂസ് ആണ്, ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷെ ഡിഫറൻഷ്യബിൾ അല്ല. എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ്, പക്ഷെ ഡിഫറൻഷ്യബിൾ അല്ല. ഈ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ കണ്ടിന്യൂറ്റി ഡസ് നോട്ട് ഇംപ്ലൈ ഡിഫറൻഷ്യബിലിറ്റി എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി എന്ന് നമുക്ക് പറയാം. അതായത് എല്ലാ ഡിഫറൻഷ്യബിൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. എന്നാൽ നമുക്ക് തിരിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. ഏതായാലും നമുക്കൊരു പ്രൂഫ്, ഇതിന്റെ ഒരു പ്രൂഫ് നോക്കാം. അതായത് ലെറ്റ് us consider y is equal to f of x, which is a real valued function ഡിഫറൻഷ്യബിൾ അറ്റ് x equal to a. നമ്മൾ ജോമെട്രിക്കൽ ആയിട്ട് നമ്മളിപ്പോൾ കണ്ടു. ഇനി അത് നമുക്ക് ഓൾജിബ്രിക് ആയിട്ട് ഒന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ആ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നോക്കൂ. ലിമിറ്റ് as x tends to a f of x minus f of a divided by x minus a exist. ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് അതിനെ നമുക്ക് dy by dx അല്ലെങ്കിൽ y dash അല്ലെങ്കിൽ f dash x എന്നൊക്കെ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി പറയാൻ പറ്റും. f of x minus f of a എന്ന് പറയുന്നത് f of x minus f of a divided by x minus a into x minus a when x is not equal to a എന്നാണ്. രണ്ട് ഭാഗത്തും നമ്മൾ ലിമിറ്റ് എടുക്കണം. ലിമിറ്റ് എന്താണ് എടുക്കുന്നത്? ലിമിറ്റ് as x tends to a രണ്ട് ഭാഗത്തും എടുക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് as x tends to a f of x minus f of a എന്ന് പറയുന്നത് is equal to limit as x tends to a first part into limit as x tends to a the second part. limit as x tends to a first part എന്ന് പറയുന്നത് നമുക്കറിയാം dy by dx ആണ്. രണ്ടാമത്തെ പാർട്ട് x aയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക 0 ആണ്. അപ്പോൾ it will become 0 and finally this answer is 0. എന്ന് പറഞ്ഞാൽ limit as x tends to a f of x minus f of a is 0. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇവിടെ നമ്മൾ എക്സ് എ ആക്കുമ്പോൾ ഇതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് എഫ് ഓഫ് എ ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. സോ ദിസ് ഈസ് ദി പ്രൂഫ്. അതായത് ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി. വെനെവർ എ ഫംഗ്ഷൻ ഈസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എന്ന് ഓൾജിബ്രിക് ആയിട്ടുള്ള പ്രൂഫാണ്. ഈ പ്രൂഫ് നിങ്ങൾ പഠിച്ചിരിക്കുക, നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചുള്ള ഒരു എക്സാമ്പിൾ. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഡിഫറൻഷ്യബിൾ ആണോ? നമ്മൾ നേരത്തെ ജോമെട്രിക്കലായിട്ട് കണ്ടു. ആ ജോമെട്രിക്കലായിട്ട് കണ്ടിട്ടുള്ള ഫംഗ്ഷൻ അതിന് സമാനമായിട്ട് വേറൊരു എക്സാമ്പിൾ നമ്മൾ പരിഗണിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ അതിന്റെ ഒരു ചിത്രമാണ്, ഒരു ഗ്രാഫാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം മോഡുലസ് ഫംഗ്ഷന്റെ ഷേപ്പ് വി ഷേപ്പ്ഡ് ആണ്. എക്സ് ആക്സിസിലും വൈ ആക്സിസിന്റെയും കോമൺ ഒറിജിൻ പോയിന്റിൽ ഇതിന്റെ ഷേപ്പ് ഒരു എന്താണ് ഷാർപ്പ് എഡ്ജ് ആണ്. സോ ഇറ്റ് ഇസ് ഇൻ ദി വി ഷേപ്ഡ് ഗ്രാഫ് കർവ്. ഓക്കെ, മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ലിമിറ്റ് എടുക്കുന്നതിന് വേണ്ടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ നമ്മൾ പറയും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ 0, ഈക്വൽ ടു 0 ഇഫ് എക്സ് ഈസ് 0 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇനി ഇത് കണ്ടിന്യൂസ് ആണ്. എവിടെ? എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ കണ്ടിന്യൂസ് ആണോ? അത് പോളിനോമിയലാണ് അല്ലേ? ഇറ്റ് ഈസ് ബോത്ത് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. ഇവിടെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇയറിൽ നമുക്കറിയാം മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -1 കിട്ടും. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. അതായത് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഡിഫറൻഷ്യബിൾ ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴും ഡിഫറൻഷ്യബിൾ ആണ്. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ കണ്ടിന്യൂസ് ആണ്, കാരണം പോളിനോമിയലാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴും പോളിനോമിയലാണ്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ പിന്നെ പ്രശ്നം എവിടെയാണ്? 0-ൽ മാത്രമാണ്. അപ്പൊ 0-ൽ ഫംഗ്ഷൻ പക്ഷേ നമുക്ക് ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ limit as x tends to 0 f of x, both these two limits
ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ -0 എന്ന് പറയുമ്പോൾ 0 തന്നെയാണ്. ഇവിടെ 0 കൊടുക്കുമ്പോഴും 0 ആണ്. അത് തന്നെയാണ് ഫംഗ്ഷന്റെ വിലയും. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. Therefore we can say that the function is continuous when x is equal to 0. Now let us consider the differentiability. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ അതിന്റെ ഡെഫിനിഷൻ വെച്ച് നമ്മൾ നോക്കുന്നു. Let us consider limit as x tends to 0. 0 മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. Limit as x tends to 0 f of x minus f of 0 by x minus 0. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമുക്ക് f of x എന്ന് പറയുന്നത് mod x ആണ്. mod x മൈനസ് f of 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ mod x താഴെ x minus 0 is x. അപ്പോൾ ഈ സംഭവം നമുക്ക് ലിമിറ്റ് ആയിട്ട് എഴുതുമ്പോൾ limit as x tends to 0 mod x by x എന്ന് എഴുതാം. ഇനി നമ്മൾ x 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇതിന്റെ വില എന്തായി മാറുന്നു? x 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ mod x by x എന്തായി മാറും? ഇപ്പോൾ mod x by x എന്ന വില നമുക്ക് കാണാൻ പറ്റും. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. mod x by x എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വരുന്നത്? ലിമിറ്റ് നെഗറ്റീവ് സൈഡിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ദ വാല്യൂ mod x നെ x കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് -1 ആയിട്ട് മാറും. കാരണം x നെഗറ്റീവ് ആണ്. എക്സിന്റെ 0യുടെ ലെഫ്റ്റ് സൈഡിലാവുമ്പോൾ x നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് പോസിറ്റീവ് ആണ്. ഈ പോസിറ്റീവ് ക്വാണ്ടിറ്റിയെ നെഗറ്റീവ് ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും -1 ആണ് കിട്ടുന്നത്. ഇവിടെ രണ്ട് തുല്യമാണല്ലോ വില. മോഡുലസ് ഈ പോസിറ്റീവ് ക്വാണ്ടിറ്റിയെ അതിന്റെ തന്നെ നെഗറ്റീവ് ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1. തിരിച്ച് ഇത് പോസിറ്റീവാണ്, റൈറ്റ് നിന്നാണ് വരുന്നത്. അപ്പോൾ x പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വില +1 ആണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് -1ഉം റൈറ്റ് ലിമിറ്റ് +1 ആണ്. അതുകൊണ്ട് ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. Therefore the function is not differentiable at x equal to 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് അതിന്റെ പ്രൂഫ്. അപ്പോൾ ഓർത്തിരിക്കുക, f of x equal to mod x എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷെ ഡിഫറൻഷ്യബിൾ അല്ല when x is equal to 0. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് കാണുന്ന രീതിയാണ് ഡിഫറൻഷിയേഷൻ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. കൺസിഡർ ദി ഫംഗ്ഷൻ f of x equal to sin of x square plus 5. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിളാണ്. വർക്ക് ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്താലോ. sin of x square plus 5. സൈൻ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം, x square plus 5 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം. പക്ഷേ sin of x square plus 5 ഇത് എന്ത് തരം ഫംഗ്ഷനാണ്? എന്താണ് ഈ ഫംഗ്ഷന്റെ പ്രത്യേകത? ഓക്കെ, ലെറ്റ് us കൺസിഡർ g of x is equal to sin x. അതുപോലെ h of x നെ നമ്മൾ x square plus 5 എന്നും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ f of x നെ നമുക്ക് എങ്ങനെ എഴുതാം? f of x equal to g of h of x അല്ലെങ്കിൽ g composition of x എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പോസിഷൻ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒരു കോമ്പോസിഷൻ ഫംഗ്ഷൻ ആണ്. അതായത് ഇതൊരു ഫംഗ്ഷൻ എക്സിന്റെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ സൈൻ ഓഫ് ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു കോമ്പോസിഷൻ ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് വി ഹാവ് ടു ഫൈൻഡ് df by dx. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതൊരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് നമുക്ക് കോമ്പോസിഷൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നോക്കും. ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് h of x എന്നത് ഒരു വേരിയബിൾ ആയിട്ട് എടുക്കുന്നു. g of എന്ന് പറയുന്ന ഇതിന്റെ ഉള്ളിലുള്ള കാര്യം നമ്മുടെ f of x എന്നാണല്ലോ പറയുന്നത്. അതിന് സമാനമായിട്ട് g of എന്ന് പറയുന്ന h of x നെ ഞാനൊരു t എന്നാക്കിയിട്ട് കൊടുക്കുന്ന ഒരു വേരിയബിൾ ആയിട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് f of x നെ എന്തായിട്ട് എഴുതാം? g of t എന്ന് എഴുതാം. f of x equal to g of t. ഓക്കെ, അപ്പൊ f of x equal to g of t എന്നാണ് ഇപ്പൊ പുതിയ ഫംഗ്ഷൻ. പക്ഷെ നമുക്ക് f of x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. പക്ഷെ ഇവിടെ വേരിയബിൾ ടി ആണ്. അപ്പൊ വീണ്ടും നമുക്കൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ അതിനെ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഡി എഫ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തൽക്കാലം ഈ ജി എന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ ഡി ടി ബൈ ഡി എക്സ് എന്ന് വീണ്ടും അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പിന്നെ ടി എന്ന ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കാണുന്നു. ഇവിടെ ജി ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ ടി ആണ്. ആൻഡ് ജി അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു ടി ഈസ് സൈൻ ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കോസ് ടി.
ആ ടി നമ്മൾ മാറ്റുന്നു എന്ന് പറയുമ്പോൾ x²+5 ആയിട്ട് മാറ്റുന്നു. കാരണം ടി നമ്മൾ കൊടുത്തതാണ്, അതിനെ റീപ്ലേസ് ചെയ്യുന്നു. ഒന്നുകൂടി പറയാം, നമ്മൾ എഫ് ഓഫ് എക്സിനെ ജി ഓഫ് ടി എന്നാക്കി മാറ്റുന്നു. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് df/dx. പക്ഷേ ഇവിടെ വേരിയബിൾ ടി ആണ്, അതുകൊണ്ട് നമ്മൾ അതിന് ചെയ്യുന്നത് എന്താണ്, df/dt ഇൻറ്റു dt/dx. കാരണം ടി ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അത് അവിടെ എക്സ് മാത്രമേ ഉള്ളൂ. ടി എന്ന ഫംഗ്ഷനിൽ ടി എന്ന് പറയുന്നത് ഇതാണല്ലോ, അതിൽ എക്സ് മാത്രമേ ഉള്ളൂ വേരിയബിൾ. അതുകൊണ്ട് അതിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ വി റൈറ്റ് df/dx is equal to df/dt into dt/dx. അതുകൊണ്ട് തന്നെ നമുക്ക്, പക്ഷെ നമുക്ക് ജി ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ ടി ആണ്. അതുകൊണ്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് dg/dt is equal to cos t, അല്ലെങ്കിൽ ഇറ്റ് ഈസ് cos of x²+5. ഇനി നമുക്ക് ടി എന്ന ഫംഗ്ഷൻ, അതായത് h of x, ടി എന്ന ഫംഗ്ഷൻ നമ്മൾ വീണ്ടും എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക x²+5 ആണ്. അതിന് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, 2x ആണ്. ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x ആണ്. അപ്പൊ ഇനി ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, അതുകൊണ്ട് തന്നെ df/dx is equal to cos of x²+5 into 2x, അല്ലെങ്കിൽ 2x cos of x²+5. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അതായത് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2x. അപ്പോൾ ആദ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു മെത്തേഡ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഉള്ളിലുള്ള ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, x²+5നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദാറ്റ് ഇസ് 2x. വീണ്ടും സൈൻ ഓഫ് ആ ക്വാണ്ടിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി എന്നാണ്. എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് x²+5 ആണ്. സോ ദിസ് ഈസ് ദി ആൻസർ. ഈ മെത്തേഡ് ഒന്നുകൂടി നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കുക. നമുക്ക് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റൂളിനെ, ഇപ്പൊ ഈ നമ്മളിവിടെ ചെയ്ത റൂളിനെ നമുക്കൊന്ന് സമപ്പ് ചെയ്താലോ. ഇറ്റ്സ് എ തിയറം. ഇതിനെ വിളിക്കുന്ന പേര് ചെയിൻ റൂൾ എന്നാണ്. ഡിഫറൻഷിയേഷൻ ഓഫ് കോമ്പോസിഷൻ ഫംഗ്ഷൻ. കോമ്പോസിഷൻ ഫംഗ്ഷന്റെ ഡിഫറൻഷിയേഷൻ ഡെറിവേറ്റീവ് ആണ്. അത് നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഇഫ് കൺസിഡർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് എക്സ്, അതായത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു df/dx വിച്ച് ഈസ് ഈക്വൽ ടു df/dt ഇൻറ്റു dt/dx. ഓക്കെ, ഇവിടെ കോമ്പോസിഷൻ എന്നുള്ള സ്പെല്ലിംഗ് ചെറിയ തെറ്റുണ്ട്, അത് ഓക്കെ, കുഴപ്പമില്ല. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് df/dt ഇൻറ്റു dt/dx എന്നാണ്. ഓക്കെ, ഇതിനാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ് ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള. ഡിഫറൻഷിയേറ്റ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ്. ഒന്നാമത്തെ കേസ് കോസ് ഓഫ് സൈൻ എക്സ്, രണ്ടാമത്തെ സൈൻ ഓഫ് ax+b, മൂന്നാമത്തെ സീക്ക് ഓഫ് ടാൻ ഓഫ് റൂട്ട് എക്സ്, സൈൻ ഓഫ് ax+b ബൈ കോസ് ഓഫ് cx+d. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ വേറെ റൂളും കൂടി നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. കോഷ്യന്റ് റൂൾ അല്ലെ, ഫസ്റ്റ് ഇയറിൽ പഠിച്ചുള്ള കോഷ്യന്റ് റൂൾ കൂടി നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. ഓക്കെ, അവസാനത്തെ അഞ്ചാമത്തെ ചോദ്യം 2 times root of cot of x². അപ്പോൾ ഈ 5 ചോദ്യങ്ങളും ചെയ്യുക. ഇത് വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ടി റെഡി ആവേണ്ടതാണ്. അതുകൊണ്ട് അത് ശരിക്കും വ്യക്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. ഓക്കെ.